ഇപ്പോൾ എം വി ജയരാജൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ശരിയാണ്. ശ്രീ എം വി ജയരാജൻ, ആശ്വാസകരമായ ഒരു വിധി വന്നിരിക്കുന്നു കോടതിയിൽ നിന്ന് എന്നുള്ളതാണോ പാർട്ടി ഇപ്പോൾ ചിന്തിക്കുന്നത്? 19 വർഷക്കാലത്തിന് ശേഷം റിജിത്ത് വധക്കേസിലെ വിധി എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ കാണുന്നു വിധിയെ? റിജിത്ത് 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു കാരണവുമില്ലാതെയാണ് RSSകാർ 2005 ജനുവരി 10 സന്ധ്യാനേരം കഴിഞ്ഞപ്പോ റിജിത്തിനെ കൊലപ്പെടുത്തുകയും കൂടെയുണ്ടായിരുന്ന 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇപ്പോൾ ജീവപര്യന്തവും വധശ്രമത്തിന് മറ്റ് 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കുറ്റത്തിന് 10 വർഷത്തെ തടവും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കൊലയാളികൾക്ക് അർഹതപ്പെട്ട ഒരു ശിക്ഷയാണത്. മാത്രമല്ല, ആ നാട്ടിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. RSSകാര് ബോധപൂർവം പുറത്തു നിന്ന് വന്ന് ആ പ്രദേശത്ത് സംഘർഷമുണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസകരമാണ്. നാം നേരത്തെ ചില ചാനലുകളിൽ റിജിത്തിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും വിങ്ങിപ്പൊട്ടുന്ന മനസ്സിൽ അവരുടെ പ്രതികരണം കണ്ടു. ഇനിയൊരമ്മക്കും ഒരു മകനെയും നഷ്ടപ്പെടാൻ പാടില്ല. അതായിരുന്നു അവരുടെ മനസ്സ് നിറയെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവരെ പോയി കണ്ടു. തീർച്ചയായും ഇത്തരം കൊലകൾ, ആസൂത്രിതമായി നടത്തുന്ന കൊലകൾ അവസാനിക്കുക തന്നെ വേണം. പക്ഷെ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രവണത വലതുപക്ഷ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ചില ആളുകളിൽ നിന്ന് കാണുന്നത് പക്ഷപാതപരമായ വിലയിരുത്തലുകളാണ്. ഈ റിജിത്ത് ഉൾപ്പെടെ 176 കമ്മ്യൂണിസ്റ്റുകാരാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം എതിരാളികളാൽ കൊല്ലപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുമ്പോൾ അത് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നും മറ്റുള്ളവർ മരണപ്പെടുമ്പോൾ അത് മഹാന്മാരെ ജീവൻ അപഹരിച്ചുള്ള ഒരു പ്രചരണ രീതി വരുന്നുണ്ട്. ശിക്ഷ വരുമ്പോഴും ഇതുതന്നെയാണ്. നേരത്തെ നാദാപുരത്ത് ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തന്നെയാണ് ശിക്ഷ. റിജിത്തിന്റെ കാര്യത്തിൽ ജീവപര്യന്തവും ഒപ്പം 10 വർഷത്തെ തടവും കൂടി ശിക്ഷ വന്നിട്ടുണ്ട്. എന്നാൽ ജീവപര്യന്തം തന്നെ ശിക്ഷ വന്നിട്ടുള്ള പെരിയയുടെ കേസിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ 2 സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെയല്ല വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചിലരും നടത്തുന്ന പ്രചാരവേല പക്ഷപാതപരമാണ്. അപ്പൊ അത് അവസാനിപ്പിക്കുക തന്നെ വേണം. നിഷ്പക്ഷം എന്ന് പറഞ്ഞിട്ട് പക്ഷപാതിത്വം സ്വീകരിക്കുകയാണ് ഇന്നിപ്പോ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിജിത്തിന്റെ കൊലക്കേസിൽ ഉത്തരവാദികളായ ആളെ പേരിൽ മുഴുവൻ ആളെ പേരിലും ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.